ഒരിടം വരെയും പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി കാഴ്ച ഞങ്ങൾക്ക് ചിറ്റൻ ഇന്നിപ്പിക്കണം. ചിറ്റയുടെ വീടെത്തി. ചിറ്റ ഭയങ്കര നല്ല സുന്ദരിയായിട്ട് ചിറ്റ വണ്ടിയിലേക്ക് കയറി. എങ്ങനെയുണ്ട് കാഴ്ച? ചിറ്റ നല്ല സുന്ദരിയല്ലേ? ഞങ്ങൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോയാണ്. ചിറ്റനെ ഞങ്ങൾ പിക്ക് ചെയ്തു. പാനിയൽപൂരിലാണ് പോകുന്നത്. ഇതാണ് ചിറ്റ. പേര് പറ. പേര് ശ്രീലക്ഷ്മി എന്നാണ്. ചാച്ച അമ്മ ഇടത്ത് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാക്കിയാണ്. ഇവിടെ നല്ല രസമുള്ള റെസ്റ്റോറൻറ്റാ ഗായ്സ്. ഞങ്ങൾ മന്തി കഴിക്കാൻ വന്നതാണ് ഗായ്സ്. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ഞങ്ങൾ അറേബ്യൻ പാലസിലാണ് വന്നത്. അമ്മ ഫോൺ ചെയ്യുന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. ഞങ്ങൾ കളിച്ച് തിരിച്ച് സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുകയാണ്. വീഡിയോസൊക്കെ എടുത്തിരിക്കുകയാണ്. എല്ലാവരും എന്തൊക്കെ കോമഡീസൊക്കെ പറയണ്ടേ. എങ്ങനെയുണ്ട് ഗായ്സ്? ഞാൻ സുന്ദരല്ലേ? കമൻറ്റ് ചെയ്യണേ. എന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. അറേബ്യൻ പാലസിലെ മന്ദിരെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഗായ്സ്. നിങ്ങൾക്കറിയാം പൊളിയാണെന്ന്. ഞങ്ങൾ പെരുമ്പാവൂർ റൂട്ടിലാണെന്ന് തോന്നുന്നു. ഇത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മന്തി കണ്ടപ്പോൾ കയറിയതാണ്. അങ്ങനെ പ്ലേറ്റൊക്കെ കിട്ടി ഞങ്ങൾക്ക്. മന്തി വെയിറ്റ് ചെയ്തിരിക്കുന്ന നല്ല വിശപ്പുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞങ്ങൾ നോർമൽ മന്തിയാണ് പറഞ്ഞ് ഫുള്ളാണെന്ന് പറഞ്ഞ് ഞങ്ങൾ 5 പേരില്ല തോന്നുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം ഗായ്സ്. ഞാനും ചാച്ചയും കൂടിയാണ് ബിൽ പേ ചെയ്തത്. അപ്പോൾ ചാച്ച എനിക്കൊരു ഐസ്ക്രീം ബട്ടർ സ്കോച്ചാണ് വാങ്ങിത്തന്നത്. ചിറ്റയും കൂടിയാണ് ഐസ്ക്രീം കഴിച്ചത്. ബാക്കി ആർക്കും അധികം സുഖമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ വാങ്ങുമായിരുന്നു. ഞങ്ങൾ ഫുള്ളും കഴിച്ചായിട്ട് കയറിയുള്ളൂ. ചാച്ചൻ കയറാൻ സമ്മതിച്ചില്ല. എനിക്കും വയ്യാണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷ വെച്ചു. വയ്യാണ്ട് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് പോന്നു. ഞാൻ ചിറ്റയും കൂടി കുറേ ഫോട്ടോസും സെൽഫീസൊക്കെ എടുത്തു. ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയുണ്ട്? ക്യൂട്ടല്ലേ? ഞങ്ങൾ പനിയൽപൂരിൻ്റെ എൻട്രൻസ് വരെ എത്തി. അവിടെ ഒരു പോലീസ് അങ്കിൾ ഉണ്ടായിരുന്നു. ആ പോലീസ് അങ്കിൾ പറഞ്ഞ് 4 മണിക്ക് ശേഷം ആരെയും കയറ്റി വിടൂല. ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ലേറ്റായി. 4 മണിക്ക് ശേഷം അവിടെ ആരും കയറ്റൂല. ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ പറവൂരിൽ തന്നെയല്ല. അതുകൊണ്ട് കുറച്ച് ഇടയിലുമാണ് ഈ സ്ഥലം. റേഞ്ചും അധികം കിട്ടുന്നില്ല. ഒക്കെ ഭയങ്കര ഫില്ലായിരുന്നു. അവിടെ ഓൾറെഡി കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ആൾക്കാരെ എനിക്ക് കയറ്റൂല. ഞങ്ങൾ ഇഞ്ചിത്തൊട്ടി പോവാന്ന് വിചാരിച്ചത്. അവിടെ അടുത്താണ് അതുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങാട് പോവാന്ന് വിചാരിച്ചു. പാട്ടൊക്കെ പാടി കോമഡീസൊക്കെ പറഞ്ഞ് പോയപ്പോഴാണ് മാപ്പ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തത്. അപ്പോൾ വടാട്ടുപാറ എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു അവിടെ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. കുറച്ചങ്ങാട് നടക്കാണ്ട്. കുറച്ച് ദൂരം ഉണ്ട്. അങ്ങോട്ട് താഴോട്ടാണ് പോണത്. ഇവിടെ ഭയങ്കര ക്രൗഡാണ്. അതുകൊണ്ട് ഞങ്ങൾ വടാപ്പാറയിലാണ് പോകുന്നത്. ഇവിടെ ഭയങ്കര വെള്ളമാണ്. എല്ലാരും തന്നെ പോകുന്നുണ്ട്. ക്രൗഡാണ് കഴിച്ചു. ഇവിടെ ഭയങ്കര ക്രൗഡാണ് കഴിച്ചു. അച്ഛയും ചാച്ചയൊക്കെ താഴോട്ട് പോയിട്ടുണ്ട്. ഞാൻ വഴി കണ്ടു. ആ വഴി കൂടി പോയി. കുറച്ച് പണിയാണ്. അവിടെ നിറച്ച് മുള്ളൊക്കെ ഉള്ള ചെടികളാണ്. അച്ഛയും ചാച്ചയൊക്കെ ഡ്രസ്സ് മാറി. ഫസ്റ്റ് തന്നെ ഞാനാണ് കഴിച്ചറിയുന്നത്. ഫസ്റ്റ് എൻ്റെ കോമഡിയാണിത്. ഒടുക്കാണ്. ഞാനാണ് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് നോക്കിയായിരുന്നു. പാറയൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. അത് തന്നെ ഞാനാണ് ഇറങ്ങിയത്. ഭയങ്കര കോമഡിയായിരുന്നു. ഞാൻ ഇറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ പോയാൽ എനിക്ക് തന്നെ ഓർമ്മയില്ല. കാരി പൊളിച്ച് ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കണത്. പാറ കിട്ടിയത് ഭാഗ്യം. ഞങ്ങൾ 3 പേരും കൂടി ഇരിക്കും. ഭയങ്കര കോമഡിയായിരുന്നു ഗൈസ്. എല്ലാവരും തെറ്റി വീഴരുത്. അമ്മ ഇറങ്ങിയില്ല. അമ്മയിൽ ഞങ്ങളുടെ ക്യാമറമാൻ. ഞാൻ ഒഴുകി പോയി. ചിറ്റൊക്കെ പേടിയായിരുന്നു. ചിറ്റയാണ് ഒഴുകി പോയത്. ഇതൊക്കെ കാറിപ്പോയി പൊളിച്ച്. ആ ഒരു സൈഡിൽ ഭയങ്കര ആഴ് വരുന്നു ചെറുതായിട്ട്. അച്ഛൻ അവിടെ ജസ്റ്റ് സ്ലിപ്പായി വീണു. ഞാൻ ചിറ്റൊക്കെ കുറച്ച് പിക്കൊക്കെ എടുത്തു ഗൈസ്. നല്ല രസമില്ലേ കാണാൻ? നല്ല എസ്തെറ്റിക്.
അച്ഛ കയ്യൊക്കെ പൊളിങ്ങന്നു വെച്ചാൽ ഭയങ്കര കോമഡിയാണ്. കേരളാണ് പണി കാശ്. അമ്മ എങ്ങനെയോ കഷ്ടപ്പെട്ടൊക്കെയാണ് വീട് കൊടുക്കണത് കാശ്. അയ്യോ ചിരി. അച്ഛ വീട് സ്ലിപ്പായി ചെറുതായിട്ടൊന്ന് വീട്ടിൽ ചേട്ടൊക്കെ പേടിയാ. ക്രോപ്പായങ്ങളൊക്കെയാണ് കിടന്ന് കാണിക്കാൻ കണ്ടില്ലേ? കാലൊക്കെ പൊക്കി തിരിച്ചു വെക്കും അച്ഛൻ. ഞാനിപ്പോ ഒഴുകി അപ്പുറത്തെ സൈഡിലോട്ട് അത് ചാച്ചൊക്കെ കഷ്ടപ്പെട്ടാണ് കാഴ്ച പിടിച്ചത്. കോമഡിയായിരുന്നു. പറയാൻ തന്നെ വാക്ക് കിട്ടുള്ള ശരി. എങ്ങനെയോ കഷ്ടപ്പെട്ട് പിടിച്ചു. അല്ലെങ്കിൽ ഞാൻ പോയാൻ്റെ വിളിക്കില്ല. എനിക്ക് എൻ്റെ ഓർമ്മയില്ലായിരുന്നു. അവിടെ ഭയങ്കര സ്ലിപ്പായിരുന്നു. പടവും പറഞ്ഞ ഇപ്പൊ താഴെ പോയി. സ്വിമ്മിങ് ചെയ്യാൻ നോക്കാതാണ് കഴിച്ചിട്ടാണത്. അച്ഛൻ സ്വിമ്മിങ് പഠിപ്പിക്കുകയാണ് കഴിച്ചത് കാണുന്നത്. വലിയ വലിയ വ്ളോഗൊക്കെ ചെയ്യണത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണേ. എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. എന്താ അച്ഛൻ കുറെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. എന്താ ഞാൻ ഇഴുകി. ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാൻ 3 സ്ഥലം പറഞ്ഞു. ഞാൻ 3 സ്ഥലം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് പോയതും സെക്കൻഡ് പറഞ്ഞതും തേർഡ് പറഞ്ഞതും അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലവും കൂടി എല്ലാവരും കമൻറ്റ് ചെയ്യണേ. കണ്ട ചിറ്റ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് നല്ല എൻജോയ് ചെയ്തു. കണ്ട ഞങ്ങളൊരു മത്സരം വെച്ചാൽ നിൽക്കണം. അച്ഛൻ കുറേ നേരം നിന്നു. നേരത്തെ ഞാൻ കുറേ നേരം. പിന്നെ താഴെ എല്ലാവരെയും കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടായി സന്ധ്യ നേരം. അതുകൊണ്ടാണ് വീഡിയോസ് അധികം എടുക്കാൻ പറ്റാണ്ടത്. അല്ലെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു. അപ്പം ഞങ്ങളൊരു കഫേ കണ്ടപ്പോൾ അവിടെ കയറി ചായയൊക്കെ കുടിച്ചു. എല്ലാവരും എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ടെല്ലാം ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പം ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോസൊക്കെ എടുത്തു ഗായ്സ്. ഞാൻ പറഞ്ഞില്ലേ ഒരു കമൻറ്റ് ചെയ്യണം. കമൻറ്റ്